ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ ഒരു സ്റ്റഡി വ്ളോഗാണ്. ഇതെൻ്റെ നൈറ്റ് ടൈം സ്റ്റഡി വ്ളോഗാണ്. ഞാൻ 7 മണിയാകുമ്പോഴത്തേക്കും തെർമോഡൈനാമിക്സിൻ്റെ ലെക്ചർ കാണാനിരുന്നു. ഇത് ആക്ച്വലി ഇതിന് മുന്നേ ഏതോ ഒരു ദിവസം ഉണ്ടായിരുന്ന ലെക്ചറാണ്, എനിക്ക് പെൻഡിങ് ആയിരുന്നതാണ്. അത് ഞാനിന്ന് കണ്ടു തീർക്കുകയാണ്. ലാസ്റ്റ് ലെക്ചറാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. സോ അപ്പം ഞാൻ അത് കാണാനിരിക്കുകയാണ്. ലെക്ചർ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നോട്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ആക്ച്വലി ലാസ്റ്റ് ഇയറിലെ നോട്ട്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ക്ലാസ് കാണുന്ന സമയം നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഒരു സമാധാനം കിട്ടത്തുള്ളൂ. പിന്നെ ഈ ആഴ്ചത്തെ മോഡൽ എക്സാമിൻ്റെ ടോപ്പിക്കും കൂടിയാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് നോട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. ഞാൻ ഇടയ്ക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ പെർട്ടിക്കുലർ ടോപ്പിക്സ് കഴിയുമ്പോഴും ഞാൻ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് വേണം ഫുള്ള് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത് തീർക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ അത്യാവശ്യം അത്ര പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ഞാനടുത്ത് രാത്രി ഇത് തീർത്ത് വെച്ചാൽ നാളെ ഒരു ദിവസം കൂടി എനിക്ക് റിവൈസ് ചെയ്യാൻ കിട്ടത്തുള്ളൂ ഞായറാഴ്ചത്തെ എക്സാമിന്. അതിനുശേഷം ഞാനൊരു ഹാഫ് അവർ ബ്രേക്ക് എടുത്തിട്ട് അടുത്ത സെഷൻ ബയോളജിയാണ്, സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്. ഇതും ഞായറാഴ്ചത്തെ വീക്ക്ലി എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ ടോപ്പിക്കാണ്. അപ്പോൾ ഞാനത് NCERT വായിക്കുന്നുണ്ട്. ഞാൻ ബയോളജി യൂഷ്വലി NCERT മാത്രമാണ് ഫോളോ ചെയ്യാറുള്ളത്. അതുപോലെ എനിക്ക് ബയോളജിക്ക് സെപ്പറേറ്റ് നോട്ടും ഇല്ല. ഞാൻ NCERT ആണ് മെയിൻലി ഫോക്കസ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും അഡീഷണൽ ടോപ്പിക്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഡീകോഡ് ചെയ്തെടുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ടെക്സ്റ്റിൻ്റെ സൈഡിൽ തന്നെ നോട്ട് ചെയ്യായിരിക്കും. അതാകുമ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോഴൊക്കെ ആ പോയിൻറ്റ്സിൽ കൂടെയും കടന്നു പോകും. ഞാൻ അങ്ങനെ ബയോളജിക്ക് യൂഷ്വലി നോട്ട് പ്രിപ്പയർ ഇല്ല. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ എനിക്കത് മനസ്സിലായി വലിയ ആവശ്യമൊന്നുമില്ല. NCERT തന്നെ ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. അപ്പം ഞാനിപ്പോൾ NCERT മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. ഇതുകൂടാതെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഇത് രണ്ടും മോഡൽ എക്സാമിൻ്റെ ബയോളജി ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഞാനത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. റിവൈസ് ചെയ്യുകയും വർക്ക് ബുക്കിലെയും സ്റ്റഡി പാക്കേജിലെയും ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി സമയമുള്ളതുപോലെ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വർക്ക് ബുക്കാണ് ചെയ്യുന്നത്. വർക്ക് ബുക്കിൽ നമുക്കൊരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ലേണിംഗ് ആപ്പാണ്. അതാകുമ്പം ഓരോ ലെവൽ അനുസരിച്ചാണ് അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ലെവൽ 1, പിന്നെ 1-2 വട്ടം കൂടി റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ ലെവൽ 2, ലെവൽ 3, അങ്ങനെ 4 ലെവൽ ആണുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഈവനിങ് വരെ അത്ര പ്രൊഡക്റ്റീവൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് നൈറ്റ് ടൈമെങ്കിലും പ്രൊഡക്റ്റീവ് ആക്കാം, കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നത് ചെയ്ത് തീർക്കാം, എക്സാമിനുള്ള കുറച്ച് ടോപ്പിക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഞാൻ 100 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നാളെ സമയം കിട്ടുകയാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിലെയും ലേണിംഗ് ആപ്പിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. ബാക്കി ഫിസിക്സും കെമിസ്ട്രി P ബ്ലോക്കൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഞാൻ പോയി കിടന്നുറങ്ങി.